കാദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അഭി പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോ വേണുവിനും അനാമിക്കും ഒക്കെ തോന്നി നല്ല കാര്യമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പൊ അനന്തപുരി ചെന്ന് അവരുടെ കാല് പിടിക്കണം, അങ്ങോട്ടേക്ക് കയറാൻ പറ്റിയാലോ തനിക്ക് എന്നൊരു ചിന്തയായിരുന്നു അനാമിക്ക്. അപ്പോഴേക്കും വേണു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം അഭി, ഇപ്പൊ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുക. ഇനിയിപ്പൊ സമയം വൈകില്ല. ആ കിളവൻ അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്, അറിയാലോ, ഇപ്പൊ കമ്പനിയൊക്കെ ഇച്ചിരി തകർച്ചയിലല്ലേ. അത് മാത്രമല്ല, മൂത്ത കൊച്ചുമോന് വീടിന്റെ പടി ഇറങ്ങിപ്പോയല്ലോ, അതിന്റെ വിഷമത്തിൽ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാം. പിന്നെ അബി, ഞങ്ങളൊന്ന് സഹായിച്ചേക്കണേ, സഹായം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്കിള് ധൈര്യമായിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞു. എന്നാ ശരി, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഒന്നെങ്കിൽ കുറച്ച് പണം അടിച്ചു മാറ്റണം, അല്ലെങ്കിൽ അനാമികയെ അവിടെ എങ്ങനെയല്ല അവരുടെ കാല് പിടിച്ചെന്ന് നിർത്തണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു വേണുവിന്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അനാമികയും വേണുവും കൂടെ അനന്തപുരിയിലേക്ക് വരുവാണ്. ആ സമയം ജലജ ഹാളിലുണ്ടായിരുന്നു. വന്നോ? അബി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ അനാമികയെ, നിനക്ക് ഇവിടുന്ന് വഴക്കുണ്ടായിക്കൊണ്ട് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്നുമല്ലേലും നിന്റെ ഭർത്താവിന്റെ വീടായിരുന്നല്ലോ ഇത് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻ ഭർത്താവെന്ന് പറയാൻ പറ്റുള്ളൂ. അവനിപ്പോ കമ്പനിയുടെ MD ഒക്കെ ആന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു, എന്ത് ചെയ്യാനാ എന്റെ ജലജ, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം ഇവളുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചല്ലേന്ന് പറഞ്ഞു. ഈ സമയത്താണ് ദേവേനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ദേവേനെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ജലജ പ്ലേറ്റ് മാറ്റി. ജലജ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. ദേവേനു വന്നിട്ട് ചോദിച്ചു, ഇവർക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചു. അറിയില്ല ഏട്ടത്തി, ഇവിടേക്ക് വന്നതാ, ഞാനത് ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു പറഞ്ഞു. എന്താടി, എന്താ നീക്ക് ഇവിടെ കാര്യം എന്ന് പറഞ്ഞു. അല്ല, അത് പിന്നെ ഞങ്ങൾക്ക് കുറെ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊന്ന് തിരുത്താൻ വേണ്ടി വന്ന. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, തിരുത്താനുള്ള സ്ഥലമാണോ അത്? മര്യാദയ്ക്ക് പോയിക്കോ അവിടുന്ന്, നിന്നെ ഒന്ന് കൺമുന്നിൽ പോലും കണ്ടുപോയേക്കല്ലെന്ന് പറഞ്ഞു. വേണു പറഞ്ഞു, ആർക്കാ തെറ്റു പറ്റാത്ത? എന്റെ മോൾക്കൊരു തെറ്റുപറ്റി, അവളോട് ക്ഷമിച്ചുകൂടെ? ക്ഷമിക്കാനോ? അതെ, അവൾക്ക് ഇപ്പം അനിയായിട്ട് പിരിയണ്ടെന്നാ പറഞ്ഞേ, അനിയായിട്ട് ഒന്നിച്ചു പോണെന്ന് അവള് പറയണെന്ന് പറഞ്ഞു. ദേ, ഇനി ഇതുപോലത്തെ ഊടായ്പ പരിപാടിയായിട്ട് ഇങ്ങോട്ടേക്ക് കയറാന്ന് വിചാരിക്കണ്ട. നാണം ഉണ്ടോ നിനക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാനായിട്ട്? ഇത്രയെങ്കിലും നാണം ഉണ്ടോ, നീ ഇങ്ങോട്ടേക്ക് വരുവോ? അതും പറഞ്ഞുകൊണ്ട് ദേവേനി ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കാണ് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശൻ ചോദിച്ചു, എന്താ ഇവിടെന്ന് ചോദിച്ചു. അപ്പോഴാണ് വേണുവിനെ അനാമിയും കാണുന്നത്. ഇവരെന്താ ഇവിടെന്ന് ചോദിച്ചു. അച്ഛാ, കാല് പിടിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, അതെ, എനിക്ക് ബന്ധം പിരിയണ്ടാന്ന് പറഞ്ഞു. ബന്ധം പിരിയണ്ടാന്നോ? കോടതി കേസ് അടക്കമല്ലേന്ന് ചോദിച്ചു. വേണു പറഞ്ഞു, അതെ, എന്റെ മോൾക്ക് ഭയങ്കര വിഷമ. കഴിഞ്ഞ 1 മാസമായിട്ട് എന്റെ മോള് വ്രതത്തിലാന്ന് പറഞ്ഞു. അനിയുമായിട്ട് പിരിയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞോണ്ട്. ദേവേനു പറഞ്ഞു, ഇവളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല വ്രതത്തിലാന്ന്. ഒന്നുകൂടെ ഒന്ന് തടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, വ്രതത്തിലായിരിക്കും. 3 എന്നുള്ളത് ചിലപ്പോ 5 നേരമാക്കി കൂട്ടി കാണുമായിരിക്കും എന്ന് പറഞ്ഞു. അതായിരിക്കും ഇങ്ങനെ. എടാ, നിനക്കൊക്കെ ഇത്തിരിയെങ്കിലും നാണം ഉണ്ടടാ, എന്ത് കാണാനടാ നീ എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. വേണു പറഞ്ഞു, ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ സാറേ എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ഒരു നിവൃത്തിയില്ല, വരാനുള്ള സ്ഥലമാണോ അത്? എടാ, നീയൊക്കെ കൂടി എന്തൊക്കെയാ കാണിച്ചു കൂട്ടി വെച്ചേ. നിന്റെ മോളുടെ ചരിത്രമൊക്കെ കോടതിയിലെ വെച്ച ഞങ്ങൾക്ക് കൂടുതൽ വെളിപ്പെട്ടത്, ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞു. വേണു പറഞ്ഞു, എന്റെ മോൾക്ക് വേറൊരു നിവൃത്തിയില്ല, ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. നിവൃത്തിയില്ല, കടന്നു പോയിക്കോണം ഇവിടുന്ന്. നീയൊക്കെ ചെയ്തു കൂട്ടിയ ചതിയൊക്കെ പെട്ടെന്ന് മറക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമൊന്നും അല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണു പറഞ്ഞു, അങ്ങനെ പറയരുത് സാറേ, എന്റെ മോൾക്ക് ഇനിയിപ്പോ ഒരു ജീവിതമില്ല. ഇനിയിപ്പോ ഒരു ജീവിതം എവിടെ നിന്ന് ഉണ്ടാവാനായിട്ടാ? അനാമിക പറഞ്ഞു, വേറൊരു കല്യാണം കഴിക്കണമെങ്കിലും കുറെ പൈസയൊക്കെ വേണം എൻ്റെ അച്ഛൻ എന്നെ കെട്ടിച്ചുകൊണ്ടെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടെങ്കിൽ തരാം, ഞാൻ നല്ല രീതിയിൽ തന്നെ തരുന്നുണ്ട്. അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. ഇനിയിപ്പോ ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തരണമെന്നുള്ളേ. അപ്പോഴേക്കും വേണു പറഞ്ഞു, കോടതി ചിലപ്പം തരണ്ടാന്ന് പറഞ്ഞെങ്കിലോ? തരണ്ടാന്ന് പറഞ്ഞാൽ തരത്തില്ല, അത്ര മാത്രമേ ഉള്ളൂ. വേണു പറഞ്ഞു, അത് പിന്നെ സാറേ, എൻ്റെ മോളൊരു മെന്റൽ പേഷ്യന്റ് ആയിരുന്നു. കല്യാണത്തിന് മുമ്പെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോടതി ജീവനാംശം ഒന്നും കൊടുക്കാനായിട്ട് പറയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എടാ, നീ എന്നോട് ചെയ്ത ചതി ചെറുതല്ല, നീ കുടുംബത്തോട് ചെയ്ത ചതി നീ നിന്റെ മോളും ഒക്കെ. എന്നിട്ടാണ്ടാ നീ ഇവിടെ ഒന്ന് പറയുന്ന, മര്യാദയ്ക്ക് പോയിക്കോണം, നിനക്കൊക്കെ ജീവനാംശം വേണമല്ലേ? നാളെ ഉണ്ടോടാ ഇവിടെ വന്ന് ഇതൊക്കെ ചോദിക്കാനായിട്ട്? ഇനി ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഈ അനന്തമൂർത്തി ആരാന്നറിയൂന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേണു പറഞ്ഞു, സാറേ, അങ്ങനെ പറയരുത് സാറേ, വേറൊരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. കടക്കട പുറത്തെന്ന് പറഞ്ഞ് കാരണം തീർത്തൊന്ന് പൊട്ടിക്കുവാണ് വേണുവിന്റെ. വേണു കവളത്ത് കൈവച്ചു. അപ്പോഴേക്കും അനാമിക്കും ഭയങ്കര പേടിയായിപ്പോയി. ഇനി തനിക്കിട്ടും കൂടെ തല്ലി കിട്ടുമെന്നൊരു പേടി. പെട്ടെന്ന് വേണു അങ്ങ് തിരിഞ്ഞു. വെറുതെ അല്ല, നിങ്ങളുടെ കമ്പനി ഇപ്പൊ തകർന്ന് തരിപ്പണം ആയിക്കൊണ്ടിരിക്കുന്ന. പെട്ടെന്ന് അങ്ങോട്ട് ഭാവം മാറ്റുവാണ്.
നിങ്ങളുടെ കൊച്ചുമോനെ വരെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയതല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇനിയും തകർന്ന് തരിപ്പണായ പോകത്തുള്ളൂ. നിങ്ങളുടെ അഹങ്കാരം കണ്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, കടന്നു പോയിക്കോ, അല്ലെങ്കിൽ നീ എന്റെ പ്രതാപം എന്താന്ന് തിരിച്ചറിയാൻ പോകുന്നുള്ളൂ. എടാ, അനന്തമൂർത്തി ക്ഷയിച്ചിട്ടൊന്നും ഇല്ലടാ. അങ്ങനെ നിനക്കൊരു വിചാരം ഉണ്ടെങ്കിൽ അത് വെറുതെ തന്നെയാ. മര്യാദയ്ക്ക് പൊയ്ക്കൊള്ളാനൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറഞ്ഞു. ഒടുവില് കുറെ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അല്ല അവരെങ്ങനെയാ ഇങ്ങോട്ടേക്ക് വന്നേന്നു ചോദിച്ചു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ആർക്കറിയാം. ദേവേനി പറഞ്ഞു, നീ കൂടുതലും മിണ്ടണ്ട, മിക്കവാറും നിനക്കും നിന്റെ മോനും ഇതിനകത്ത് പങ്ക് കാണുമായിരിക്കും. നിങ്ങൾ വിളിച്ചു വരുത്തിയായിരിക്കും. അയ്യോ ഏട്ടത്തി, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. വേണ്ട, കൂടുതൽ നീ പാവത്തം നടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, അവൻ പറഞ്ഞത് കേട്ടില്ലേ. ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞപ്പത്തിന് ഇവിടെ കയറി അധികാരം സ്ഥാപിക്കാന്ന് കരുതി വന്നതാ. ഇതുപോലെയുള്ളവരെയൊക്കെ പണ്ടേ അടിച്ചിറക്കേണ്ട സമയം കഴിഞ്ഞു. അതൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ജലജയ്ക്കാണ് കർണത്തടിയേറ്റോലെ പോയി. കാരണം ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ജലജ അബിയെ വിളിക്കുവാണ്. അങ്ങനെ അബിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് അബിയെ അട്ടഹസിക്കുവാണ്. നീ എന്തിനാടെ ചിരിക്കണേന്ന് ചോദിച്ചു. എന്റെ അമ്മ, ഞാനല്ലേ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞുവിട്ടെ. എടാ, എന്തിനാടാ അവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞുവിട്ടെ, അവരോട് എന്തിനാടാ ഈ ചതി ചെയ്തേന്ന് ചോദിച്ചു. എന്റെ അമ്മേ, കിട്ടുവാണെ കിട്ടട്ടെ എന്നോർത്ത്. എന്ത് അല്ല, അവരങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ഇനി കാലക്കയ്യെ മുത്തശ്ശന്റെ ഒക്കെ പിടിച്ചു കഴിയുമ്പോൾ മുത്തശ്ശൻ എന്തേലും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വിഹിതം തട്ടിയെടുക്കാനായിട്ടായിരുന്നു. പിന്നെ എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അവരുടെ കയ്യിൽ നിന്ന്. എന്നാലും കിട്ടില്ല എന്നറിയാം. കിട്ടുവാണെങ്കിലോ എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ഇപ്പൊ കിട്ടിയത് നീ മേടിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. കാരണം തടിയാ കിട്ടിയിരിക്കുന്ന വേണുവിന്റെ. അയാൾക്ക് നിന്നെ കടിച്ചു തിന്നാനുള്ള ദേഷ്യം കാണുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇനി അയാളുടെ മുന്നിൽ ചെന്ന് വിടുന്നില്ല അമ്മയെന്ന് പറഞ്ഞു. ചിലപ്പോൾ നിന്നെ വിളിക്കുമായിരിക്കും. ദേമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, അമ്മ കുറച്ച് സമയം കൂടെ എന്നോട് സംസാരിക്കുക. എന്റെ ഫോണിൽ എൻഗേജിലാന്ന് അറിയട്ടെ, അതിനുശേഷം ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചോളാം. എടാ, എന്തിനാടാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നല്ലാതെ അമ്മേ, ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില തരിയുടെ പരിപാടികളൊക്കെ ചെയ്താലോ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ പറഞ്ഞു. അമ്മയ്ക്കറിയാലോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, എന്തേലും ആട്ടെ, മനുഷ്യയാണ് ഇവിടെ എന്ത് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. കുറച്ച് സമയത്ത് കഴിഞ്ഞ് കഴിയുമ്പത്തിനും അഭി കോള് കട്ട് ചെയ്തു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയും ചെയ്യണം. ഇതേ സമയത്ത് ആദർശം നന്ദുവിനെ കാണാനായിട്ട് വന്നു. പിന്നീട് ആ കള്ളക്കടത്ത് സ്വർണ്ണം പിടികൂടിയതിനെ കുറിച്ചൊക്കെ പറയണം. നന്ദു, അത് സ്വർണ്ണോടെ നോക്കാൻ വേണം ഗോൾഡ് സ്മിത്തിനെ ഇങ്ങോട്ട് വരുത്താന്ന് പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ. അല്ല, ഈ AN ജ്വല്ലറിക്കാർക്ക് ഈ സ്വർണ്ണം ഇത് എവിടെന്നാ വരുന്നതെന്ന് അറിയത്തില്ലാത്ത ആ ഡ്രൈവറെ കിട്ടുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയാനെന്ന് പറഞ്ഞു. അല്ല, ഡ്രൈവറെ കിട്ടിയതുകൊണ്ട് എന്താ നന്ദു കാര്യം ഇരിക്കുന്നേ? അവർക്കാണ് കൃത്യമായിട്ട് സ്വർണ്ണം എവിടെ എത്തിക്കണമെന്ന് അങ്ങനെ ഉള്ളൂ. അല്ലാതെ കൂടുതലുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരിക്കും. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അതല്ല ആദർശേട്ടാ, അയാളെ കിട്ടുവാണെങ്കിൽ അയാളെ വിളിച്ച ആളുടെ നമ്പരും കാര്യങ്ങളും അയാളുടെ ഫോണിനകത്ത് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതുവഴി ബന്ധപ്പെട്ട് നോക്കാലോ. കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അത് ശരിയാ, ഇനിയിപ്പോൾ സൂക്ഷിക്കണം. നീയും ഞാനും ഒക്കെ സൂക്ഷിക്കണം. ഞാൻ വീട് വിട്ട് ഇറങ്ങിയെങ്കിലും ഞാൻ ഇനിയിപ്പോൾ ഇതിന്റെ പിന്നാലെയാന്ന് ഈ AN ജ്വല്ലറിക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരും വെറുതെ ഇരിക്കില്ല. അവരും നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അതൊക്കെ എനിക്ക് അറിയാം ആദർശേട്ടാ, നമ്മൾ ആ രീതിക്കല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്തേണ്ടവരെയൊക്കെ കണ്ടെത്താൻ സാധിക്കണമെന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അതെ, ഈ പറയുന്ന ഡ്രൈവറുടെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സ്വിച്ച് ഓഫ് ആണോ, ഒന്നും അതിനെക്കുറിച്ചൊരു വിവരം കിട്ടുന്നൊന്നുമില്ല. അല്ല, ഇനിയിപ്പോൾ അയാൾ വെറും ഒരാൾ മാത്രമല്ലേ, ചിലപ്പോൾ അയാൾക്ക് നല്ല ഭയം ഉണ്ടായിരിക്കും. അയാളെ ഈ പറയുന്ന ആൾക്കാർ പിടികൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എങ്ങാനും എത്തിപ്പെടുമെന്ന് പേടിച്ചിട്ട് അയാളെ ചിലപ്പോൾ അവർ തട്ടിക്കളയാനും വഴിയുണ്ടെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ഒട്ടുമിക്ക കേസുകളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഡ്രൈവറെ പിടികൂടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് പിടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ തീർത്ത് കളയോ പതിവ്. നന്ദു, പിന്നെ സൂക്ഷിച്ചും കണ്ടുവെക്കും മുന്നോട്ട് പോയിക്കണം. അതൊന്നും ഓർത്ത് ആദർശേട്ടൻ വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് വെക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ആദർശ് അവിടെ നിന്ന് ഇറങ്ങുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്തിക നാഗേന്ദ്രനും ഡേവിഡും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഡേവിഡിനോട് നാഗേന്ദ്രൻ ചോദിച്ചു, അല്ല അവൻ നമ്മുടെ കസ്റ്റഡിയിലുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു. ഉണ്ട്, നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, ഇതുവരെയായിട്ട് അവനെ പോലീസ് പിടികൂടിയിട്ടില്ല എന്ന് പറഞ്ഞു. ദേ ഡേവിഡെ, നിനക്കറിയാലോ ഇന്ന് വരെ ഇങ്ങനൊരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, അല്ലച്ചാ, അങ്ങനെയാണ് പിന്നെ ഈ കള്ളക്കടത്ത് അങ്ങോട്ട് നിർത്തിയാൽ പോരെ. അതൊന്നും നടക്കുന്ന കാര്യമല്ല മോളെ. നമ്മളിപ്പോ പണിക്കൂലി ഇല്ലാതെ സ്വർണം കൊടുത്തോണ്ടിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ലാഭവും കാര്യങ്ങളും ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെയോ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതങ്ങനെ നിർത്താൻ പറ്റുന്ന ഏർപ്പാടൊന്നും അല്ലെന്ന് പറഞ്ഞു. ഇതേ സമയത്ത് അവന്തി പറഞ്ഞു, ഇപ്പം മൂർത്തി ജ്വല്ലറി തകർന്നുകൊണ്ടിരിക്കുന്നോണ്ട് മുത്തച്ഛനാണ് ആകെപ്പാടെ വിഷമത്തില. പോരാത്തൻ ആദർശാനും വീട് വിട്ട് ഇറങ്ങി പോവുകയും ചെയ്തല്ലോ. നാഗേന്ദ്രൻ പറഞ്ഞു, അങ്ങനെയൊന്നും തളരുന്ന ആളല്ല ഈ അനന്തമൂർത്തി, അറിയാലോ. അനന്തമൂർത്തിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന.
അയാൾ പെട്ടെന്നൊന്നും തളരത്തൊന്നുമില്ല. നമുക്ക് തോന്നും അയാൾ തളർന്നിട്ടുണ്ടെന്ന്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ഡേവിഡെ, നമ്മുടെ പിന്നാലെ തന്നെ പോലീസുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കള്ളക്കടത്ത് സ്വർണ്ണമൊക്കെ പിടികൂടിയത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം തനിക്കാണ്. ഇന്ന് വരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ എന്ത് വന്നാലും താൻ എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അങ്ങനെ വന്നിട്ടുണ്ട് അറിയാലോ എന്താ സംഭവിക്കണമെന്ന്. എനിക്കറിയാം സാറേ. സാറ് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക. എന്താ വേണ്ടെന്നറിയാം. അല്ല, അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഡേവിഡും നാഗേന്ദ്രനും കൂടെ കള്ളക്കട സ്വർണം കടത്തിയ ആ ഡ്രൈവറെ കാണാനായിട്ട് അങ്ങ് ചെല്ലുവാണ്. അപ്പോൾ ഒരു ഗോഡൌണിൽ അവനുണ്ടായിരുന്നു. പിന്നെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, സതീശ നിനക്ക് സുഖമൊക്കെ അല്ലേന്ന് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല സാറേ, ഭാഗ്യം കൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടേന്ന് പറഞ്ഞു. സാറേ, അതെന്ത് സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് പോലീസുകാരുടെ ഒക്കെ കണ്ണ് വെടിച്ചിട്ട് ഊടുവഴിയിൽ കൂടെ വന്നേ. പക്ഷെ ആ സമയത്ത് അതിലൂടെ തന്നെ പോലീസുകാർ വന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, അപ്പോൾ ഒറ്റുണ്ടെന്നല്ലേ അറിയാൻ സാധിക്കുന്നേ. അത് സാറേ, ശരിക്കും ആരോ ഒറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാണ്. പിന്നെ പോലീസുകാർ പിന്നാലെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒരു മതിൽ ചാടിക്കിടന്നു, രക്ഷപ്പെട്ടു. അവിടുത്തെ കാർ ഷെഡി ഒളിച്ചിരുന്നു. അവിടെ പ്രായമായ ഒരു അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കാണ് അധികം കണ്ണൊന്നും കാണത്തില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടെ വന്ന് പോലീസുകാർ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നെ പിടികൂടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഭാഗ്യം കൊണ്ടാ നീ രക്ഷപ്പെട്ടല്ലേ. അതെ സാറേ. അല്ല, ഇനി പോലീസിന്റെ പിടിയിലെങ്ങാനും നിന്നെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കണമെന്ന്. അതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടണ്ടേന്ന് ചോദിച്ചു. രക്ഷപ്പെടണം സാറേ. എന്നാ ഒരു കാര്യം ചെയ്യാം ഡേവിഡെ, ഇവനെ രക്ഷപ്പെടുത്തണം. അറിയാലോ, നാളെ നമ്മുടെ കുറച്ച് ആൾക്കാർ വരും. കായൽക്കരയിൽ ഒരു വീടുണ്ട്. നീ അങ്ങോട്ടേക്ക് തൽക്കാലത്തേക്ക് മാറിക്കൂ. ഇന്ന് രാത്രിയാകുമ്പത്തേനും കുറച്ച് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ശരി സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് പോയി. സതീശൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കുകയാണ് ഒരു സ്ഥലത്ത്. അപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോഴാണ് നന്ദു ആ കാര്യം ഓർക്കുന്നത്. ഇത് തന്നെ വെട്ടിച്ചോണ്ട് പോയ അയാളല്ലേ, ആ ഡ്രൈവറല്ലേ ആ സ്വർണ്ണക്കടത്ത് കേസിലെ. ഒരു നിമിഷം നന്ദുവിന് മനസ്സിലായി, ഇയാൾ സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് മനസ്സിലായിട്ട് ഇയാളെ തീർത്ത് കളഞ്ഞാന്ന്. അപ്പോൾ ഈ പറയുന്ന സതീശന്റെ മുന്നിലേക്ക് ആദ്യമായിട്ടായിരുന്നു നാഗേന്ദ്രൻ ചെല്ലുന്നത്. കാരണം നാഗേന്ദ്രൻ അറിയാം ഇനിയിപ്പം തന്നെ ഇവൻ കണ്ടാൽ ഇവനെ താൻ കൊല്ലാൻ പോകല്ലേ, അപ്പൊ സത്യങ്ങളൊന്നും പുറത്തു വരത്തില്ല എന്ന്. ആ ഉറപ്പുള്ളതുകൊണ്ടാണ് നാഗേന്ദ്രൻ അങ്ങോട്ടേക്ക് ചെന്നിരുന്ന പോലും. അതുപോലെ തന്നെ സംഭവിച്ചു. ഒടുവിൽ അവനെ തീർത്ത് കളഞ്ഞു. നന്ദുവിന് കാര്യങ്ങൾ മനസ്സിലായി. പിന്നീട് ആദർശം നയനയും നന്ദും കൂടെ സംസാരിക്കുകയാണ്. ആ സമയം നന്ദു പറഞ്ഞു, രഹസ്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി അയാളെ തീർത്തേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, ഇനിയിപ്പോൾ ആദർശേട്ടാ നമ്മൾ സൂക്ഷിക്കണം. ഒരു പക്ഷേങ്കിൽ ഇതിന്റെ പിന്നാലെ നമ്മൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇരിക്കില്ല. ആദർശേട്ടൻ അവരുടെ ഏറ്റവും വലിയ ശത്രു ആയിരിക്കും എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അങ്ങനെയൊക്കെ ഓർത്തിട്ടുണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങളൊന്നും കണ്ടെത്താൻ പറ്റില്ല, സത്യങ്ങളൊന്നും തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അതെ, ഇപ്പൊ എനിക്കൊരു ത്രില്ല് കയറിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇവരെ പിടികൂടണം തന്നെ ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. അയാളോ ഇനിയിപ്പം മറ്റൊരു ഒറ്റ കൊടുക്കുന്ന അത്രയ്ക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അയാളെ തീർത്ത് കളഞ്ഞത്. ഇനിയിപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോഴേക്കും നയന പറഞ്ഞു, ചിലപ്പം ഇനിയിപ്പോൾ അവരുടെ കമ്പനിയിൽ വേറെ ആരെങ്കിലും കടന്നു കൂടിയിട്ടുണ്ടെന്ന് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, അതൊന്നും ഓർത്ത് നയനേച്ച് വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക. എന്നാലും ഇതങ്ങനെ വെറുതെ വിടാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന്റെ പിന്നാലെ തന്നെ ഇറങ്ങാൻ ഞാനും തീരുമാനിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.